ഗൈസ് വെൽക്കം ബാക്ക് അവർ ചാനൽ യാസിം സ്റ്റോറീസ്. എൻ്റെ മുഖം നോക്കണ്ട, പനി വന്നിക്കണ്. ഒമർ ഇതവിടെ നോക്കി നിൽക്കുകയാണ്. കണ്ടോ, ഒമർ നല്ല തേയിലത്തോട്ടങ്ങളൊക്കെ ആസ്വദിക്കുകയാണ്. ലിയ ബാക്കിലുണ്ട്. റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ എടുക്കാൻ പറ്റില്ല. ചായയൊക്കെ കുടിച്ച് ഇപ്പോൾ ഒരു ഡോള് കഴിച്ച് എന്നിട്ട് നല്ല തലവേദനയും പനിയുമാണ്. ഈ ഒമർ ഇന്നലെ ഉറക്കിയിട്ടില്ല. അപ്പോൾ വെയ്യപ്പോൾ മുഖം നോക്കണ്ട. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിരുന്നു ഗൈസ്. നമ്മൾ വട്ടവടയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വട്ടവടയിലേക്ക് പോകുമ്പോൾ കുറച്ച് സ്ഥലങ്ങൾ കണ്ട് ഇങ്ങനെ പോയി വരാനുള്ള പ്ലാനാണ്. ഒമർ ഇവിടെ, ഒമർ. അപ്പോൾ ഇന്ന് ആ കാഴ്ചകളൊക്കെ കാണാം. വന്നിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഫോണ് വേണ്ടി വരും. വെൽക്കം ചെയ്താളാ നമ്മളെ ഇതിൽ വെൽക്കം ചെയ്താളാ. എന്താണ് വാവ്, നോക്കൂ മക്കളെ, നോക്കൂ. ഫോട്ടോ എടുക്കണോ? ഓ ഓ ഓ ഓ ഓ ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളുള്ളത് എക്കോ പോയിന്റിലാണ്. മൂന്നാറ് രണ്ട് സൗദി ഫാമിലി നടന്ന് വരുന്നത്. ഒമറിനായിട്ട് പോവാണ്. ഒമർ ഉറങ്ങിപ്പോയി. പാലുടിച്ചപ്പോൾ എൻ്റെ മോൻ ഉറങ്ങിപ്പോയി. എനിക്ക് ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ചിരിച്ച് ആസ്വദിക്കൂ. ഇങ്ങനെ കാറ്റടിക്കുന്നത്, തണുപ്പ്, ഇതൊക്കെ കാണാൻ പറ്റാൻ ഭയങ്കര ഇഷ്ടമാണ്. ഹായ് ഗൈസ്, ചോക്ലേറ്റ്സ് ഒക്കെ ഇവിടെ ഒരുപാട് സ്റ്റാളുണ്ട്. എനിക്കൊരു ബെൽറ്റ് വാങ്ങണം. എവിടെ ബെൽറ്റ്? എവിടെ ഗൈസ്? അങ്ങനെ എക്കോ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഒമർ ഇതാ, ഒമറിൻ്റെ അമ്മ ഇതാ. ഒന്ന് വിളിച്ചാളാ ഇല്ല? പറഞ്ഞു നോക്ക്, എന്തായാലും പറഞ്ഞു നോക്ക്. ഇതോടെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാണ് ഗൈസ്. വിളിച്ചോ? വിളിക്കാണ് ലിയ. ഒമർ വിളിക്കാൻ ലിയ വിളിച്ചിട്ട് വന്നീല. ഒമറെ വിളിച്ചോക്കെ. ഇവിടെ വൻ ഫോട്ടോഷൂട്ടാണ് ദുവന്റെ. ഒമർ യാസിമിന് നല്ല പനിയാണ് ഗൈസ്. ഇവിടെ വൻ ഫോട്ടോഷൂട്ട്. ഓമരെ ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. ഇനി നെക്സ്റ്റ് ഗുണ്ടൽ ഡാം പോവാണ്ട്. പിന്നെ അവിടെ നേരെ വട്ടവടാണ്. വട്ടവട പോയിട്ട് ഇവർക്ക് സ്ട്രോബെറി തോട്ടത്തിൽ പോകണം. നമുക്ക് സ്ട്രോബെറി പറിക്കണല്ലേ. ഞാൻ പോയോക്കട്ടെ. അവിടെ എന്താ പാട്? ഓക്കെ, ഒമർ ഹാപ്പി ആണോ? ഒമർ ഹാപ്പി അല്ലേ? ഈ മനോഹരമായ വൈത്താരകളിലൂടെ വട്ടവട ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്.
ലിയക്ക് ഇതിനെ പറ്റി ലിയ ബാക്കിലാണ്, ഞാനാണ് വീഡിയോ എടുക്കുന്നത്. പിന്നൊന്നുമില്ല, അവിടെ എത്തിയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. നമ്മൾ കുണ്ടല ഡാമിലേക്കാണ് പോണേ. കുണ്ടല ഡാമിലെ കാഴ്ചകൾ ഇനിയുണ്ട്. കൊണ്ടുപിടിച്ചാൽ മാത്രം പറയരുത്. കണ്ടസംഗതി കുറെ വറക്കാൻ നോക്കടി നോക്ക്. എന്റെ അമ്മക്ക് എപ്പോഴും പൊരയിലിരിക്കല്ലേ, ഇവിടൊക്കെ വന്നൂടെ? ഓന്റെ വീടാ കാണിച്ചില്ല. ഭയങ്കര നല്ല കോടയാണ്. കോടൻ്റെ ഫൈനലി നമ്മൾ ചെക്ക് പോസ്റ്റ് ആയിട്ടുണ്ട്. വട്ടവടൻ്റെ ചെക്ക് പോസ്റ്റ് ആണ്, ബസ്സാണ്. ചെക്ക് പോസ്റ്റിനുള്ള എന്താ കൊടുക്കണം? വണ്ടി എടുത്ത് വയ്ക്കോ. അവിടെ ഗേസ് അങ്ങനെ നമ്മൾ വട്ടവടയിലേക്ക് കയറാൻ പോണു ഗേസ്. അങ്ങനെ നോക്ക്, നമ്മൾ കാടാണ്, ഡേഞ്ചറാണ്, പോകാൻ പോണു. ഇനി കാട്ടിലൂടെ പോണേ. ഇത് വട്ടവട ഇതെത്തി. ഇവിടെ ഡീറ്റെയിൽ ഒക്കെ എഴുതി കൊടുക്കണം ഗേസ്, അത് എഴുതി കൊടുക്കുക. നമ്മൾ ഫോറസ്റ്റിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഗേസ്. വണ്ടി ഇങ്ങനെ മന്ദം പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ വെച്ചാൽ അവിടെ കാനൊക്കെ പുല്ലുന്നായിരുന്നു. അപ്പോൾ അവിടെ നിർത്തി കഴിഞ്ഞാൽ എന്താവും, വണ്ടി നിർത്താൻ പാടില്ലെന്നാണ് പറഞ്ഞത്. വണ്ടി നിർത്താനേ പാടില്ല. അടുത്ത ചെക്ക് പോസ്റ്റ് എത്തണം. കാനനച്ചാലയിൽ നാട് വയ്ക്കാം. കാട്ടിനുള്ളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചോണ്ടൊക്കെയാണ് ഇവിടുന്ന് ജീപ്പ് സഫാരി എടുത്തിട്ടുണ്ട്. വട്ടവട എത്തിയിട്ടുണ്ട്. അപ്പം ജീപ്പ് സഫാരിയാണ് പരിപാടി. ഒമ്പറുണ്ട് എൻ്റെ കൂടെ. നമ്മളെ ഫ്രണ്ടിൽ തന്നെ കയറി സീറ്റ് പിടിച്ചാണ്. ഇല്ല പറയാ, ഞാൻ വേഗം കയറിയിട്ട് ഫ്രണ്ടിൽ സീറ്റ് പിടിച്ചാണ് ഗൈസ്, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും റെഡി ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അവിടുന്ന് ഒമറിനുള്ള ഒരു സാധനം എടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുത്ത് അതിപ്പോൾ ഒമറിൻ്റെ കയ്യിലാണ് ഫോണ്. ഒമറാണ് വീഡിയോ എടുക്കുന്നത്. ഫുള്ള് സൂം ചെയ്ത് വെച്ചിട്ടുണ്ട് തോന്നുന്നു. മഴ പെയ്യാണെങ്കിലോ കേറാനുള്ള പരിപാടി എൻ്റെ ഫോണിൻ്റെ ഉണ്ട്. ഒമറിന്റെ രണ്ടാമത്തെ ട്രെക്കിംഗ് ആണ് ചേച്ചി. ഇതിന് മുമ്പ് 900 കണ്ടി ഒരു ട്രെക്ക് ആയിരുന്നു ഇതേപോലെ ജീപ്പിൽ. അന്ന് എനിക്ക് എത്ര 50 ദിവസമായിട്ടുള്ളൂ ഇങ്ങനെ ട്രെക്ക് ചെയ്യുമ്പോൾ. ഇന്ന് മറ്റേ 6 മാസമായിരുന്നു. ലിയ ഇവിടെ വെച്ചിട്ടുണ്ട്. പേരെന്താ ബ്രോ? ഈശ്വർ. ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് റിവേഴ്സാണ് പോണത്.
അടുത്തുണ്ട് അവള് ഫസ്റ്റ് കൊണ്ടാ പോണേ ബ്രോ ആ ബ്ലാക്ക്ബെറി പാൻ ഓഫ് റോഡാണ് ഇവിടെ ഡീസൽ അടിക്കാനാണ്. ഡീസൽ ഇതാ ഇങ്ങനെ മൂപ്പര് കുപ്പിയിലുണ്ടാവും. ഇതൊക്കെയാണ് ഇവിടെ സാധാരണ എടുത്ത കുപ്പിയിൽ ഒരു ഡീസൽ ഫ്രെയിം എടുത്തിട്ട് സാധനം വീഡിയോയില് നമ്മൾ ട്രക്കിങ്ങിന് പോയി. കുറച്ചെടുത്താ പോരെ. അപ്പൊ ഗൈസ് ബെറി ബ്ലിസ് എന്ന് പറഞ്ഞ ഓർഗാനിക് ഫാം വരൂ പൊന്നു നമുക്ക് ഇറങ്ങാം. ബെറീൻ്റെ ഫാമാണ്. സ്ട്രോബെറിയും ബ്ലാക്ക്ബെറിയും എന്ന് പറഞ്ഞു. ബ്ലാക്ക്ബെറി അല്ല പറഞ്ഞേ. അതുകൊണ്ട് അവിടെയൊക്കെ വൻ ഫോഗാണ് ഗൈസ്. ഇതൊക്കെ നമ്മളായിട്ട് ടൂറിസ്റ്റ് നോക്കി ഓരോടൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതാ ഇതെന്താ സ്ട്രോബെറി ഒന്നും കാണുന്നില്ലല്ലോ തന്നെ. അപ്പോൾ ഗൈസ് ഇതാണ് സ്ട്രോബെറി ഇങ്ങനെ നട്ട് വളർത്തി വെച്ചിരിക്കുന്നത്. എന്തത് ഫുള്ള് സ്ട്രോബെറിയാണ്. ഇതാണ്ട് സ്ട്രോബെറിയാണ്. സ്ട്രോബെറി ഇത് പ്ലാന്റ് ആണ്, ഉണ്ടായിട്ടില്ല കേട്ടോ മക്കളെ. പ്ലാൻ ചെയ്താണ്. അപ്പൊ മൂപ്പര് നമുക്ക് മനസ്സിലായി ചെറുതാ അത് ഉണ്ടാവും. നാടനാണ് ചെറുതാ ഉണ്ടാവാ പക്ഷെ സംഭവം ടേസ്റ്റ് ഉണ്ട്. അവിടെ അടിപൊളി. അപ്പൊ ഗൈസ് സ്ട്രോബെറി നല്ല മധുരണ്ട്. ബ്ലാക്ക്ബെറി കാണാം. അപ്പൊ ഗൈസ് നമ്മള് ബ്ലാക്ക്ബെറി തോട്ടത്തിലാണുള്ളത്. ഇതാണ് ബ്ലാക്ക്ബെറി. വീഡിയോ എടുത്ത് ഓണാക്കാതെ അതാണ് യാസിമിന്റെ കഴിവ്. അതിന് നമുക്ക് ബ്ലാക്ക്ബെറി കാണോ നോക്കാം. ഇവിടെ ഓടോ ഇതൊക്കെ ഇതൊരു മെറൂണ് മെറൂൺ ഉള്ളിലൊക്കെ ഉണ്ട് ബ്ലാക്ക്. ഇതാ അവിടെയൊക്കെ ബ്ലാക്ക് സ്ട്രോബെറി ആനയൊക്കെ അതാ ബ്ലാക്ക് ഇതാണ്ട് അവിടെ അങ്ങനെ ബ്ലാക്ക് നല്ല അടിപൊളിയാണ്. കാണുണ്ടോ മുള്ളുണ്ട് കണ്ട അതാണ് ഗൈസ് ബ്ലാക്ക്ബെറി. പല്ലേ മുള്ളുണ്ടേ തുവാ ഇവിടെ എടുക്കാറ്റില്ല. അവിടെ ബ്ലാക്ക്ബെറി നല്ല റെഡായി നിൽക്കുന്നത്. അടിപൊളിയാണ്. ബ്ലാക്ക്ബെറി ബ്ലാക്ക് ആണ് ഗൈസ്, റെഡ് ആയിട്ട് കിട്ടിയ കാര്യമില്ല. ഉള്ളില്
ഗൈസ് ഇത് ഇനിയും ബ്ലാക്ക് ഔട്ട് ഗൈസ്. നമുക്ക് നേരത്തെ തന്നെ ഇനിയും ബ്ലാക്ക് ഫുൾ ഔട്ട്. ബ്ലാക്ക് ആയിട്ടുള്ളതാണ് തന്നത്. ബ്ലാക്ക്ബെറി ബ്യൂട്ടിഫുൾ. അവർക്ക് നമുക്ക് നല്ല ഫ്രഷ് സ്ട്രോബെറി വാങ്ങിക്കൊടുക്കണം. നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്, ഓവർ തണുപ്പല്ല. സ്ട്രോബെറിന്റെ ജാം അതുവാ മുളക്. ബ്ലാക്ക്ബെറി അടിപൊളി ജാം, നല്ല ടേസ്റ്റ് ഉണ്ട്. 150 ടേസ്റ്റ് നോക്കണം. വൈനോ വൈന വൈൻ എന്താണ് സ്ട്രോബെറി വൈൻ? സ്ട്രോബെറി വൈന്. அதெல்லாம் நம்ம இன்னிக்கும் தெரியும் எனக்கு. இங்க வருங்க பைசா கொடுத்துருங்க, வாங்கிக்கங்க. பைசாவெல்லாம் வட்டி மோசமான மனுஷன் சொட்டத்தை சொல்லாட சொல்றேதா. സ്ട്രോബെറി കുറച്ച് കൊണ്ടിട്ട് ഉള്ളിലെടുക്കട്ടെ, ഉള്ളിലെടുക്കട്ടെ. ബേബിക്കാണ് നല്ല മധുരം ഉണ്ടോ? ഇത് നല്ല മരുന്നടിക്കാൻ സാധനമാണ്. നല്ല മധുരം തിന്നാൻ വേണ്ടിട്ട് മധുരമാണ്. അവർ ടേസ്റ്റ് ചെയ്തിട്ട് അവർ 1/2 കിലോ 80 ഗ്രാം ഉണ്ട് കേട്ടോ. 50 ഗ്രാം ഇതിന്റെ സാധനം. സ്ട്രോബെറി ഇവിടെ ഉള്ള കഴിഞ്ഞുണ്ട് ഇവിടെ ഉള്ളത്. ദോശ ചപ്പാത്തി പോവാ. ഇതിന് പൈസ കൊടുത്താ ഒറ്റ അത് കൈ പിടിച്ചോ. ഇനി അട്ടാമ് വേറെ സ്പോട്ടിലേക്ക് പോകണ പാഷൻ ഫ്രൂട്ട് അടിപൊളി കേട്ടോ, നല്ല മധുരം. ഒമർ 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 ഫുള്ള് ഹാപ്പി ആട്ടോ. അപ്പൊ ഗൈസ് നായാട്ട് ഷൂട്ട് ചെയ്ത സ്ഥലത്താണ് നോക്കുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് കാണിച്ച് ഒളിഞ്ഞ് താമസിക്കുമ്പോൾ ഉള്ള സീനൊക്കെ ഇല്ലേ കണ്ടിരിക്കുന്ന സിനിമ. എനിക്ക് പേടിയായിട്ടാ ഗൈസ്. ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു കിടങ്ങാണ്. അവർക്ക് പേടില്ല, ഇയൊക്കെ പേടി. അപ്പൊ മനസ്സിലായി. അഭിമന്യ അത് അവിടെയാണ് എടുത്തത്. അവിടെ അല്ലേ? അതിന്റെ മുകളിൽ വന്നിട്ട് കൊടൈക്കനാൽ പോകുന്ന റൂട്ടാണ്. അവിടെ വന്നിട്ട് ബ്രഹ്മറം എടുത്തതാണ്. ഓക്കെ. ബ്രഹ്മറം സീൻ ഇവിടെയാണ് എടുത്തത്. ഓക്കെ. ഇതിവിടെ സെറ്റ് ഇട്ടാ മറ്റേ നായാട്ടിന് സെറ്റ് സെറ്റ് അടിച്ചല്ലേ? അടിച്ച് ഇവിടെ ഒരു മാസം ഉണ്ടായിരുന്നു. മാസത്തിന് മുകളിലുണ്ടായിരുന്ന സെറ്റ്. ബി പോയിന്റ് ഇട്ടോ. അവിടെ പറഞ്ഞ ഫോട്ടോ ഉണ്ടായിരുന്നു. കഞ്ഞി കിട്ടില്ലേ? കഞ്ഞി കിട്ടില്ല. കഞ്ഞി കിട്ടിട്ട് താഴൊരു ഫോട്ടോ നമുക്ക് ഫുഡ് കിട്ടില്ലേ? നമ്മിപ്പോ സ്ട്രോബെറി തോട്ടം പോയില്ലേ, അവിടെ കിട്ടും. അതിലിങ്ങനെ അപ്പുറത്ത് കഞ്ഞിക്കട. അല്ല കഴിഞ്ഞിട്ട് എന്തായാലും ഫുഡ് കഴിക്കാം. ഓർക്കില്ലേ? അവിടെ ഒരു വല്ല വന്നോണ്ടിരിക്കും. എടുക്കാണ് കേസ്. ഓനക്ക് ഭയങ്കര തെരച്ചിലാണ്. നമ്മളെ ഒമറിന് സ്ട്രോബെറി എടുക്കാണ്. ഇതൊക്കെ ഇവിടെ നോക്കും ഒരാള്. ട്രൈപോഡ് വേണ്ട, കൈ പിടിക്ക. അടിപൊളി സ്പോട്ടാണ് കേസ്. വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേസ്. എന്താണ് ബട്ട ഒരാൾ ഇവിടെ കിടക്കുന്നത്. എന്റെ ഫ്രണ്ട് ലിയ. എനിക്ക് ലിയ എന്ന് പറഞ്ഞ നല്ലൊരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ടാ
ടെന്റ് അടിച്ചിക്കണ നോക്കിയാ ആ നല്ല തണുപ്പേക്ക് രാത്രിക്ക്. ഇവിടേക്ക് കയറാൻ പൈസ കൊടുക്കണം. DJ Harish song. We will survive. അപ്പോൾ ഗൈസ് നമ്മൾ വലിയൊരു ഫാമിലാണ് എന്നാണ് പറഞ്ഞ് ഇവിടെ ഉള്ള സ്ട്രോബെറീസ് ഒക്കെ ഇതാണ്ട് സ്ട്രോബെറിൻ്റെ പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. സ്ട്രോബെറി ഇല്ല. ആ സ്ട്രോബെറി വന്നിട്ടില്ല. അവിടെ പൂവിട്ടിക്കണേ. പച്ചോടെ ഞാൻ കാണുന്നില്ല. ഇതൊക്കെ എന്താണ്? ആ അത് ശരിയാട്ടോ. അതാ പച്ച കുഞ്ഞ് സ്ട്രോബെറി. സ്ട്രോബെറി ആയിട്ടില്ല, വെന്തിട്ടില്ല. അപ്പോൾ ഒമർ വൻ ഹാപ്പിയാണ് ഗൈസ്. ഇതാ ഒമറിന്റെ ബെസ്റ്റ് ഇതാ ഇവിടെ. ബെസ്റ്റ് സ്വെറ്റർ ഇട്ടപ്പോ മുണ്ടിടില്ല ആരോടും. ഇതാണ്ട് ഇവിടെ കണ്ടോ, ഇവിടെ കണ്ടോ ചുവന്നെടുക്കണേ. ചുമ എടുക്കണ കാണുന്നുണ്ടോ ഗൈസ്? സ്ട്രോബെറി പൈക്കണുള്ളൂ, ആയിട്ടില്ല. ഇതാണ് സ്ട്രോബെറി. നമ്മളിവിടുന്ന് പോവാ. അവിടെ സ്ട്രോബെറി ആയിട്ടില്ല. സോ നമ്മളിവിടുന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ. നമ്മള് ചേച്ചി അത് കാണിച്ചു വീഡിയോയിൽ സ്ട്രോബെറി കാണിച്ചു. അപ്പോൾ ഗൈസ് ഇവിടെ സ്ട്രോബെറി സീസണബിൾ അല്ല. സോ നമ്മൾ പോവാണ്, തിരിച്ചു പോവാണ്. ഒമര് ആ നോക്കിയാണ് ശ്രദ്ധിച്ചു പോണില്ല. ഹായ് ഹായ് ഹായ്. ഒമര് ഹാപ്പിയാണ് കേസ്. അത് കിട്ടിയാൽ ഇതൊരു സ്ട്രോബെറി തൊഴിഞ്ഞെടുക്കുന്നു. അത് കാണിച്ചു കൊടുക്കുന്നു. അത് കേടായിട്ട് തൊഴിഞ്ഞതാണ്. നമ്മളൊരു വാട്ടർഫോൾസിലേക്കാണ് പോകുന്നത്. പ്രൈവറ്റ് പ്രോപ്പർട്ടി അവർക്ക് എഴുതി വെച്ചേക്കണ്. ഗ്യാസിന് ഇറങ്ങണം. വാട്ടർഫോൾസ് വരുന്ന വയ്ക്കൊന്നും കണ്ടിട്ടില്ല. അള്ളാൻ്റെ അമ്മ കുറച്ച് റിസ്ക് ആണെന്നാ തോന്നുന്നേ. സ്റ്റോളൊക്കെ ഉണ്ട്. കാര്യം എന്താ വെച്ചാ കുറച്ച് അഡ്വഞ്ചറസ് ആണ്. ഹസ്ബൻഡിന് പനിക്കുണ്ട്, വരുന്നുണ്ട്. അവിടെ കുറച്ച് സീന് നോക്കുമ്പോ നല്ല വ്യൂ ആണ്. ഒമര് എന്താ പറയണേ? ഒമര് ഹാപ്പി. അല്ലാഹു അല കണ്ടിട്ട് ഒച്ചപ്പാടും പോളൊന്നും കേക്കില്ല വാട്ടർഫോൾസിന്റെ. ഫൈനലി നമ്മള് സ്ഥലം കണ്ടുപിടിച്ചിരിക്കുന്നു. സംഭവം എന്താ വെച്ചാൽ ഭയങ്കര ഡേഞ്ചർ, ഒരു ഹിഡൻ സ്പോട്ട് അല്ലേ? എന്താ പറയാനുള്ളത് വരുന്ന വഴിയെ കുറിച്ച്? കുറച്ച് ഡേഞ്ചറാണ്, കുറച്ച് നല്ലോണം. ഇവിടുന്ന് അങ്ങോട്ടൊരു കൊക്ക പോലെ. ഇത് കണ്ടത് കൊക്കാണ്. കണ്ടോ ഇത് കണ്ടില്ല? ഇത് വീണാ കഴിഞ്ഞ ഉള്ളോട്ട് പോയി. ശ്രദ്ധിക്കുക. ഇതാണ് ഗൈസ് വാട്ടർഫോൾസ്. ചായ കുടിക്കാൻ വന്നാണ് ലിയൻ. മറ്റേ എന്താ പറയുക, ഒരു സ്വീറ്റ് പൊറാട്ട ആയിട്ട് അങ്ങോട്ട് പോയിട്ട് ഒമറിൻ്റെ അടുത്തുണ്ട്. ഇതാണ് ഈ മ്യൂസിയം, അതിൻ്റെ അടുത്തുള്ള ചായക്കട. അപ്പോൾ ഫുള്ള് കോടിറങ്ങി സീനാണ്. തിരിച്ചു വരാണ് ഓക്കെ.